ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സാമ്പാർ പരിപ്പ് വെച്ചിട്ടൊരു കിടിലൻ കുറിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ സക്സസ് ആയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിത് സാധാരണ കടലപ്പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സംഭവം പിടികിട്ടി കാണും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് സാമ്പാർ പരിപ്പാട്ടോ, തുവരപ്പരിപ്പ്, അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചതായിരുന്നു കേട്ടോ ഇത്. എന്നിട്ടിത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടിയിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് നമ്മൾ കുതിർത്തത് വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പുണ്ടല്ലോ, അതവിടെ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഈ ഹോളൊന്നും വലിയ ഹോളല്ലാത്ത കോരി എടുത്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ കോരി ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് അത്ര സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒരു 4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത് ക്രിസ്പിയാണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് മാറുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഒക്കെ നമുക്ക് എണ്ണ പോകാനായിട്ട് കോരിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്തതും ചെയ്തെടുക്കാം. അത്യാവശ്യം കുറേ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആയി എന്നറിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൗണ്ടിന് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൗണ്ടിന് തന്നെ ഒരു ചേഞ്ച് വരും. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു വേറൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു സൗണ്ട് ആകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം ഞാൻ ടിഷ്യൂ പേപ്പറിലാക്കിയതിന് ശേഷം ഓയിലൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടിലേക്ക് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഉപ്പും മുളകുള്ള മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ നമ്മുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഉപ്പും മുളകും കൂടെ വരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. എന്നിട്ട് ഇങ്ങനെ കറുമുറ കുറയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പ്രത്യേകം പറയുകയാണ്, ഗ്യാസ് ഉള്ളവർ കഴിക്കരുത് കേട്ടോ. പരിപ്പാണ്, നിങ്ങൾക്കറിയാലോ പരിപ്പ് ഗ്യാസിൻ്റെ ഒന്നാമത്തെ ആളാണെന്ന്. അപ്പോൾ ഗ്യാസ് ഉള്ളവർ കഴിക്കാതിരിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും. പരിപ്പ് കുറേ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വേറെ ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്